Hi students, welcome to our zoology class. Today we are going to study in detail about replication. Okay, and in the last class we have studied an experiment which is done by Messelson and Stahl, and from their experiment it is concluded that the process of replication occurs in a semi-conservative manner. That is the semi-conservative mode of replication. Okay, and now we can study in detail about the replication process. We know that replication is the synthesis of a new DNA, or a new DNA molecule is synthesized from pre-existing DNA molecule, and that is meant by replication. And for the process of replication, they need some sort of enzymes or catalyst. ഈ replication process നടക്കാൻ അവിടെ കുറച്ച് എൻസൈംസിൻ്റെ റോൾ ഉണ്ട്. And one of the important enzyme that is involved in DNA replication is DNA polymerase. DNA polymerase. Okay, so that is the most important enzyme, and that catalyzes the polymerization of nucleotides in the 5' to 3' direction. നമുക്കറിയാം ന്യൂക്ലിയോടൈഡ് അല്ലേ, what are the three components or what all comprises a nucleotide? നമ്മൾ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിരുന്നു അല്ലേ. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഒരു റൈബോ ഷുഗർ ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ആൻഡ് ഓൾസോ ദർ ഇസ് എ നൈട്രോജീനിയസ് ബേസ് അല്ലേ. അങ്ങനെയുള്ള 3 കമ്പോണൻസ് കംപ്രൈസ് ചെയ്യുന്ന സ്ട്രക്ചറിനാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ആൻഡ് മെനി നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആർ കമ്പൈൻഡ് ടുഗെദർ or they are polymerized together to form a long ന്യൂക്ലിക് ആസിഡ് ചെയിൻ അല്ലേ. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു ലോങ് ന്യൂക്ലിക് ആസിഡ് ചെയിൻ സച്ച് ആസ് DNA ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ന്യൂക്ലിയോടൈഡ്സിനെ പോളിമറൈസ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറൈസ്. സോ ഇറ്റ് യൂസസ് എ DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ടു കാറ്റലൈസ് ദ ഫോർമേഷൻ or to involve the formation of a ന്യൂ DNA സ്ട്രാൻഡ്. ഒരു പുതിയ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് പോളിമറൈസ് ചെയ്തിട്ട് ഒരു വലിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നതാണ് DNA പോളിമറൈസ് ചെയ്യുന്ന ജോലി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് എൻസൈം ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ DNA replication. This DNA polymerase is actually a very efficient enzyme. വളരെ എഫിഷ്യൻസി ഉള്ള ഒരു എൻസൈമാണ്. Because it can catalyze the polymerization of a large number of nucleotides within a short span of time. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സിനെ പോളിമറൈസ് ചെയ്തിട്ട് വലിയ ഒരു സ്ട്രാൻഡ് ഫോം ചെയ്യാനൊക്കെ സഹായിക്കുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് DNA പോളിമറൈസ്. നമ്മൾ അതിൻ്റെ ഈക്വലായിലുള്ള അതിൻ്റെ ആവറേജ് ടൈമൊക്കെ പരിശോധിച്ചാൽ ഓൾമോസ്റ്റ് 2000 ബേസ് പെയർ പെർ സെക്കൻഡ് എന്നുള്ള ആവറേജ് റേറ്റിലാണ് പോളിമറൈസേഷനൊക്കെ ഒക്കുറയുന്നത്. അപ്പം അത്ര ഹൈ സ്പീഡിലാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, പോളിമറൈസേഷൻ റിയാക്ഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ദർ ഇസ് ക്ലിയർ കട്ട് അക്യുറസി. വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ഓരോ ന്യൂക്ലിയോടൈഡും പോളിമറൈസ് ചെയ്തിട്ട് വലിയൊരു ലോങ് ചെയിന് അല്ലേ, ഒരു ന്യൂക്ലിക് ആസിഡ് ചെയിന് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം അതിലുള്ള ഏതെങ്കിലും ഒരു ബേസ് പെയർ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അല്ലേ, അതിൻ്റെ പോളിമറൈസേഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു മ്യൂട്ടേഷൻ അല്ലേ. നമ്മൾ മ്യൂട്ടേഷൻ എന്താണെന്നൊക്കെ പഠിച്ചില്ലേ. എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA സ്ട്രക്ചറിലൊക്കെ വരുന്ന എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് തന്നെ മ്യൂട്ടേഷന് കാരണമാവാം അല്ലേ. അപ്പോൾ വളരെ അക്യുറേറ്റ് ആയിട്ടും വളരെ സ്പീഡിലും ഈ ന്യൂക്ലിയോടൈഡ്സിനെ എല്ലാം കൂടെ പോളിമറൈസ് ചെയ്തിട്ട് ഒരു പുതിയ DNA മോളിക്യൂള് ഫോം ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് അക്യുറസി ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സ്പീഡ്. ആൻഡ് എനർജി വൈസ് പറയുകയാണെങ്കിലും റെപ്ലിക്കേഷൻ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹൈലി എനർജി ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സാണ്. ഒരുപാട് എനർജി അതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം അതിന് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അല്ലേ, ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റിൻ്റെ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പൊക്കെ ATPയിലുള്ള പോലെ ഹൈ എനർജി ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ അതാണ് അവിടെയുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡഡ് ബൈ ദിസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. Okay, so that's all about the DNA polymerase. In addition to this DNA polymerase, there are some other enzymes that are also involved in this replication process. Okay,
നമുക്കറിയാം DNA ഡബിൾ ഹെലിക്സിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ വളരെ ലെങ്തി ആയിട്ടുള്ള അല്ലേ വൈൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മൊത്തം ലെങ്ത്തിനെയും നമുക്ക് അൺവൈൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു എനർജി അത്യാവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. അത്രയും ലെങ്ത്തിലുള്ള DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി എനർജി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം നമ്മൾക്ക് ഈ റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഒരു ചെറിയ ഓപ്പണിങ്ങിലാണ്. DNA ഡബിൾ ഹെലിക്സിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് ഉള്ള സ്ഥലത്താണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഓക്കെ, a small opening in from which replication process occur is known as replication fork. എന്താ പറയുക? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം വിൽ കാറ്റലൈസ് ദ പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ അല്ലേ. 5' to 3' ഡയറക്ഷനിൽ മാത്രമാണ് ന്യൂക്ലിയോടൈഡ്സിന് എങ്ങനെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ടെംപ്ലേറ്റിൻ്റെ 3' to 5' എൻഡിൽ ഡയറക്ഷനിലുള്ള ടെംപ്ലേറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ഫോം ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. ഓക്കെ, ബട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ളത് ഓക്കെ ദാറ്റ് ഈസ് 5' to 3' ഡയറക്ഷൻ അല്ലെങ്കിൽ പൊളാരിറ്റിയിലുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫോം ചെയ്യുന്ന ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടല്ല അവിടുത്തെ സ്ട്രാൻഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്സിന് പിന്നെ ലേറ്റർ ആയിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു എൻസൈമാണ് DNA ligase എന്ന് പറയുന്നത്. വാട്ട് ഈസ് DNA ligase? സോ ദിസ് DNA ligase ഇസ് ദ എൻസൈം ദാറ്റ് കമ്പൈൻസ് ദ സ്മോൾ സ്ട്രെച്ചസ് ഓഫ് DNA. ഓക്കെ, നമ്മൾ പറഞ്ഞൂല്ലേ, ഒന്ന് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആയിട്ടാണ് ഫോം ചെയ്യുക, ഒന്ന് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഈസ് നോൺ ആസ് ലീഡിംഗ് സ്ട്രാൻഡ്. വാട്ട് ഈസ് ലീഡിംഗ് സ്ട്രാൻഡ് എന്നാണ് പറയുക. ആൻഡ് ദ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഇസ് നോൺ ആസ് ലാഗിംഗ് സ്ട്രാൻഡ്. ലാഗിംഗ്. ഓക്കെ, അപ്പം നമുക്ക് ലാഗിംഗ് സ്ട്രാൻഡിൽ പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള DNA ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഫോമിലാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ആൻഡ് ദാറ്റ് ഫ്രാഗ്മെൻറ്റ് ഇസ് നോൺ ആസ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന എൻസൈമാണ് DNA ligase. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് എൻസൈമാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്, DNA പോളിമറൈസ് ആൻഡ് DNA ligase. ഓക്കെ, DNA polymerase alone cannot initiate the process of replication. Replication പ്രോസസ്സിനെ സ്വയം അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യാനും അതേപോലെ DNA സ്ട്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് റെപ്ലിക്കേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനും കഴിയില്ല. ഓക്കെ, ദർ ഇസ് എ ഡെഫിനിറ്റ് റീജിയൻ ഫോർ ദ ഒറിജിൻ ഓഫ് ദിസ് റെപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ദാറ്റ് റീജിയൻ ഇപ്പം നമ്മൾ ഈക്കോലയിലൊക്കെയാണ് ഇത് ചെയ്തതില്ലേ. അപ്പോൾ ഈക്കോലൈ ബാക്ടീരിയത്തിലൊക്കെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് നമ്മുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓർ ORI എന്ന് പറയും. So once again we can go through the mechanism of DNA replication. The process of DNA replication begins at a point called origin of replication. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനാണ് origin of replication. And the enzyme helicase unwinds the DNA double helix and separate it into two strand. Replication നടക്കണമെങ്കിൽ DNA double helix ആദ്യം unwind ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നത് by the enzyme with the help of an enzyme known as helicase. Helicase എന്ന് പറയുന്ന എൻസൈമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ഹെലിക്കേസ് കൊണ്ട് നമ്മളെ DNA അൺവൈൻഡ് ചെയ്യപ്പെടുമ്പം ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ വൈ ഷേപ്ഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഈ ഫിഗറിൽ കാണുന്നില്ലേ, ഒരു വൈ ഷേപ്ഡ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യും. അതുപോലെ തന്നെ ദ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് കാറ്റലൈസ് ദ പോളിമറൈസേഷൻ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ 5' to 3' ഡയറക്ഷൻ അല്ലേ. അങ്ങനെ ദ ന്യൂ സ്ട്രാൻഡ് ഫോംഡ് ഓൺ DNA ടെംപ്ലേറ്റ് which is continuous is known as leading strand and which is discontinuous is known as lagging strand. Okay, and the small fragments which is known as the Okazaki fragments are joined by the enzyme DNA ligase. അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് കാണുന്നില്ല ഈ ഫിഗറിൽ. അപ്പോൾ ആ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് DNA ligase. So that's all about the DNA replication mechanism. That's all about DNA replication.
ഓക്കെ, DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന മെക്കാനിസവും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സ്റ്റുഡൻസ്.